അങ്ങനെ 1.5 മാസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26.2 അപ്ഡേറ്റ് നമുക്കിപ്പം എല്ലാ ഡിവൈസുകൾക്കും റിലീസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 26.2 അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ്, ചേഞ്ചസ്, ബഗ് ഫിക്സസ്, ഇംപ്രൂവ്മെൻറ്റ്സ്, പെർഫോമൻസ്, ബാറ്ററി ഇതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഈ ഒരു ചാനൽ മലയാളത്തിൽ ആപ്പിൾ ഉള്ളി കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. മാക്സിമം നിങ്ങളിലേക്ക് ആപ്പിൾ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള പുതിയ അറിവുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ചാനലിലെ ലക്ഷ്യം. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സജഷൻസും നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് വേണം. എങ്കിലേ ഉള്ളൂ ചാനലിന് മുന്നോട്ട് ഗ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ ലഭിച്ചത് iPhone 17 Proയിൽ 8 GB അടുത്താണ്. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസിൻ്റെ മോഡൽ അനുസരിച്ച് അപ്ഡേറ്റ് സൈസിൽ വേരിയേഷൻസ് ഉണ്ടായേക്കാം. പിന്നീട് ഇതിൻ്റെ വേർഷൻ നമ്പർ 23C55 എന്നുള്ളതാണ്. ഇതിൽ മോഡം ഫേംവെയർ അപ്ഡേറ്റും ലഭിച്ചിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആപ്പിൾ ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ ഡിവൈസുകൾക്ക് മോഡം ഫേംവെയർ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ അല്ല. സോ നിങ്ങൾക്കും മോഡം ഫേംവെയർ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ചേഞ്ചസിലേക്ക് വരുമ്പം ഒന്നാമത്തെ കാര്യം UI എലമെൻറ്റുകളുടെ കാര്യത്തിൽ ആപ്പിൾ കുറേയധികം ഇംപ്രൂവ്മെൻറ്റ്സ് ഇപ്പം ഈ ഒരു അപ്ഡേറ്റോടെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് WWDCയിൽ iOS 26 എങ്ങനെയാണ് അതിൻ്റെ ലിക്വിഡ് ഗ്ലാസ് എന്നുള്ള ആനിമേഷൻസ്, എഫക്ട്സുകൾ, UI അതൊക്കെ എങ്ങനെയായിരുന്നോ കാണിച്ചത് അതേ രീതിയിലേക്ക് ആപ്പിൾ പെർഫെക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം ലോക്ക് സ്ക്രീനിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ ക്ലോക്കും കാര്യങ്ങളും എല്ലാം. സോ ഈ ക്ലോക്കിൽ ഇപ്പം അഡീഷണലി ഒരു സ്ലൈഡറും കൂടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു എഫക്റ്റ് കൃത്യമായിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ലൈഡർ. പ്രീവിയസ്ലി ഇതിൽ നമുക്ക് ഫോണിൻ്റെ വെയിറ്റ് മാത്രമായിരുന്നു ചേഞ്ച് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പിലുള്ള ക്ലോക്ക് അതിൻ്റെ ആ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഈ ഒരു സ്ലൈഡർ ഉപയോഗിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. 2 ആനിമേഷൻസ്. ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റം വൈഡ് പല ഏരിയാസിലും പല രീതിയിലുള്ള ചേഞ്ചസ് ആണ് ആനിമേഷൻസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എഡിറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പം ആ ബൗൺസിങ് ആനിമേഷൻ ഇത് സിസ്റ്റം വൈഡ് നമുക്ക് പല ഏരിയാസിലും നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെ സഫാരിയിൽ നമ്മൾ ഈ ഒരു 3 ഡോട്ട് ടാപ്പ് ചെയ്യുമ്പം ആ ഒരു മെനു പോപ്പപ്പായി വരുന്നത്. സോ ഇതുപോലുള്ള ആനിമേഷൻസ് iOS 26 വന്നപ്പം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നമ്മൾ ആ ക്ലിയർ ഓൾ ടാബിൽ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആനിമേഷൻസും അതിൻ്റെ ബട്ടൺ ലേഔട്ടും ഒക്കെ ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഈ ഒരു സ്ക്വയറി ടൈപ്പ് ആയിട്ടുള്ള ബട്ടണാണ് വരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ആപ്പിൾ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് മാറി റൗണ്ടഡ് ആയിട്ടുള്ള പ്ലസ് സീ ത്രൂ ലിക്വിഡ് ഗ്ലാസും അതിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ചേഞ്ച് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ഗോസ്റ്റിംഗ് ഇഷ്യൂ. കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്ത് നമ്മളിത് ഡിസ്മിസ് ചെയ്യുന്ന സമയത്ത് ഒരു 2 അല്ലെങ്കിൽ 3 സെക്കൻഡ്സിലേക്ക് ഈ ഐക്കൺസ് എല്ലാം നമ്മളിവിടെ കാണുന്ന ഐക്കൺസ് എല്ലാം തന്നെ ഇത് പോയി കഴിഞ്ഞാലും ഒരു 2-3 സെക്കൻഡിലേക്ക് ഇവിടെ കാണാൻ സാധിക്കുമായിരുന്നു. സോ ഇത് നമ്മളെ ബീറ്റ വീഡിയോ ചെയ്തപ്പം ഞാൻ അതിൽ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ഇങ്ങനെ ഒരു ഗോസ്റ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അത് iOS 26.1 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മിക്ക ഡിവൈസുകളും പ്രത്യേകിച്ച് 17 സീരീസിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ അത് പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ മെഷറിംഗ് ആപ്പിൾ അടിപൊളിയൊരു UI ചേഞ്ചാണ് മെഷറിംഗ് ആപ്പിൽ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ലെവൽസിലും ആപ്പിൾ ലിക്വിഡ് ഗ്ലാസിൻ്റെ എലമെൻസുകൾ കൊണ്ടുവന്നേക്കുവാണ്. നമ്പേഴ്സുമായിട്ട് ചേർന്ന് വരുമ്പം ആ 2 ബബിൾസ് റിഫ്രാക്ട് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. സോ അങ്ങനത്തെ കംപ്ലീറ്റ്ലി ഒരു UI എലമെൻറ്റിൽ ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നേക്കുവാണ് ഈ ഒരു ലിക്വിഡ് ഗ്ലാസ്സിലൂടെ. പിന്നെ 26.1 ആപ്പിൾ കൊണ്ടുവന്നൊരു ചേഞ്ചാണ് സെറ്റിങ്സിൽ നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് ആയിട്ട് ലിക്വിഡ് ഗ്ലാസ് എങ്ങനെ വേണം, അത് ക്ലിയർ വേണോ ടിൻറ്റഡ് വേണോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ചില യൂസേഴ്സ് റെഡ്യൂസ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടിൻറ്റഡിലേക്കോ അല്ലെങ്കിൽ ക്ലിയറോ സ്വിച്ച് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. സോ ഞാനിപ്പം എക്സാമ്പിൾ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസിനകത്ത് നമ്മൾ റെഡ്യൂസ് ട്രാൻസ്പെറൻസി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്ലി നമ്മൾ സ്വിച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ചേഞ്ചും വരത്തില്ലായിരുന്നു. ഈ ക്ലിയറിൽ തന്നെ അങ്ങനെ നിൽക്കത്തുള്ളായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ടിൻറ്റഡ് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ടേൺ ഓഫ് ആൻഡ് യൂസ് ടിൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് റെഡ്യൂസ് ട്രാൻസ്പെറൻസി ഡിസേബിൾ ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വാർണിംഗ് നമുക്ക് തരുന്നതായിരിക്കും. സോ ടേൺ ഓഫ് ആൻഡ് യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്കത് ഡിസേബിൾ ചെയ്ത് അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനകത്തൊരു ചെറിയ മാറ്റം ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാക്കിങ്ങിലല്ല, അതിൻ്റെ സ്കോർ നമുക്കറിയാം iOS 26 മുതൽ ആപ്പിൾ സ്ലീപ്പിന് ഒരു സ്കോർ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ലീപ്പ് സ്കോർ ഇതാണ് വന്നിരിക്കുന്ന ചേഞ്ച്. അതായത് സ്ലീപ്പ് സ്കോറിൻ്റെ ആ ഗ്രേഡിങ്ങിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നവംബർ 19 എന്ന് പറയുന്ന ഡേറ്റിലെ എൻ്റെ സ്ലീപ്പ് സ്കോറാണ് നിങ്ങൾ കാണുന്നത്. 98 എക്സലൻറ്റ് എന്നുള്ളതാണ് 26.1. എന്നാൽ നേരെ മറിച്ച് അതേ സ്കോർ വെരി ഹൈ എന്നുള്ളതാണ് 26.2.
അതിൻ്റെ ഡീറ്റെയിൽസും സ്കോറിൻ്റെ എണ്ണവും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. 50 out of 50, 29, 19. എന്നാൽ അതിൻ്റെ റേറ്റിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സലൻറ്റ് ആൻഡ് വെരി ഹൈ എന്നുള്ള 2 വേർഡിങ്ങിൽ നിങ്ങൾ കാണുന്നത്. ആ ചേഞ്ച് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ ഈ ഒരു പാറ്റേണിലായിരിക്കും സ്കോറുകൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇന്ത്യയിലുള്ള ആപ്പിൾ വാച്ച് യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ വാച്ച് മോഡലാണ്, സീരീസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. പിന്നെ വന്ന ഏറ്റവും വലിയൊരു മാറ്റം റിമൈൻഡേഴ്സ് ആപ്പും അലാറവും നമുക്കിപ്പം കമ്പൈൻ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊരു റിമൈൻഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ റിമൈൻഡറിന് മാത്രമായിട്ട് ഒരു അലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ 2ആയിട്ട് ചെയ്യേണ്ട കാര്യം ഒറ്റ പ്രോസസ്സിൽ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നു. സോ അങ്ങനെ ഒരു വലിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നേക്കുവാണ്. സോ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ ലഭിക്കുന്നതായിരിക്കും. സോ പുതിയതായിട്ടൊരു റിമൈൻഡർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം അർജൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റും ടൈം അതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ അലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും ആ ഒരു റിമൈൻഡറിന്. അതുപോലെ റിമൈൻഡേഴ്സ് ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന അലാം സ്ക്രീൻ വരുമ്പം അവിടെ സ്നൂസിന് പകരം നമുക്ക് കംപ്ലീറ്റ് ഓപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഫ്രം അലാം എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ആയിരിക്കും സ്നൂസിന് പകരം വരുന്നത്. സോ ഡയറക്റ്റ്ലി സ്നൂസ് ചെയ്യുന്നതിന് പകരം കംപ്ലീറ്റ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ആപ്പിൾ കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണ് എയർ ഡ്രോപ്പ്. നമ്മൾ സെറ്റിംഗ്സിൽ എയർ ഡ്രോപ്പിൻ്റെ ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മാനേജ് നോൺ എയർ ഡ്രോപ്പ് കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിനെ അടുത്ത 30 ദിവസത്തേക്ക് നമ്മളുടെ എയർ ഡ്രോപ്പിൻ്റെ ലിസ്റ്റിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും. അതും കോൺടാക്ട്സ് ഇൻഫർമേഷൻ ഒന്നും തന്നെ സേവ് ചെയ്യാതെ ഒരു പുതിയൊരു കോഡ് ഷെയർ ചെയ്യുന്നതിലൂടെ അത് സാധിക്കുന്നതാണ്. പിന്നീട് ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റ് ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ചാപ്റ്റർ വൈസ് ഒന്നും തന്നെ തിരിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ലിസൺ ചെയ്യുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോഡ്കാസ്റ്റിലുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ ലിസൺ ചെയ്യേണ്ടത് അതിലേക്ക് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് പർട്ടിക്കുലറായിട്ട് നമുക്ക് പ്ലേ ചെയ്യാനും അത് ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ പോഡ്കാസ്റ്റിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ട്രാൻസ്ക്രിപ്ഷൻ ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും, സെർച്ച് ചെയ്യാൻ സാധിക്കും ആ ട്രാൻസ്ക്രിപ്ഷനിൽ ഉള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ലിങ്കുകൾ, ഇനി മുതൽ നമുക്ക് ലിങ്കുകളും ഇതിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ കുറച്ച് മാറ്റങ്ങൾ ആപ്പിൾ മ്യൂസിക് ആപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ലുക്ക്, ആൽബം ആർട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ പ്ലേലിസ്റ്റുകളുടെ ആ ഒരു ഇമേജ് ചെറിയ രീതിയിലായിരുന്നു കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ 2/3 പോർഷനും അത് കവർ ചെയ്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വലിയൊരു സ്പേസിൽ നമുക്ക് ആൽബം ആർട്ട് കാണാൻ സാധിക്കുന്നതാണ്. 2, ഓഫ്ലൈനായിട്ട് നമുക്ക് ലിറിക്സുകൾ ഇനി മുതൽ സേവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിന് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ നമ്മൾ പ്ലേ ചെയ്യുന്ന സോങ്ങിൻ്റെ ലിറിക്സ് താഴെ ബോട്ടം ഏരിയയിൽ കാണാം. അതിൽ ടാപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആ ലിറിക്സ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നെറ്റ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിറിക്സ് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ പുതിയ 26.2 അപ്ഡേറ്റിൽ ഈ ഒരു പാട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഈ 3 ഡോട്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോങ് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡൗൺലോഡഡ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ ലിറിക്സ് പ്ലേ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിറിക്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നെറ്റില്ല, ഡിസേബിൾഡ് ആണ്, പക്ഷേ സ്റ്റിൽ നമുക്ക് ലിറിക്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഓഡിയോ ആൻഡ് വിഷ്വൽ ഓപ്ഷനിൽ ഏറ്റവും താഴെ നമുക്ക് ഫ്ലാഷ് ഫോർ അലേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു, പക്ഷേ അത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു പേരിലായിരുന്നു. എന്നാൽ ഇപ്പം അതിൽ കുറച്ച് പുതിയ സെറ്റിങ്സും കൂടെ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ബാക്കിലുള്ള LED ഫ്ലാഷ് മാത്രമല്ല ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മളെ സ്ക്രീൻ തന്നെ നമുക്കൊരു ഫ്ലാഷ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു കോളോ അലേർട്ടോ വരുന്ന സമയത്ത് നമുക്ക് LED മാത്രമല്ല നമ്മുടെ സ്ക്രീനും ബ്ലിങ്ക് ചെയ്ത് ഫ്ലാഷ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ആപ്പിളിൻ്റെ ഗെയിംസ് ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പുതിയൊരു ഫിൽറ്റർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫിൽറ്റർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് സൈസ് അനുസരിച്ച് ഗെയിമുകളെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ സൈസ്, ഗെയിമിൻ്റെ സൈസ് ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ച് നമുക്ക് ഷോ അപ്പ് ആവുന്നതായിരിക്കും. പിന്നീട് പാസ്വേഡ് ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഷോ എക്സ്ക്ലൂഡഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഉപകാരമാണ്. കാരണം നമ്മൾ ചില വെബ്സൈറ്റുകളുടെ ക്രെഡൻഷ്യൽസ് ചിലപ്പം
പാസ്വേഡ് ആപ്പിലേക്ക് സേവ് ചെയ്തിട്ടില്ലായിരിക്കും. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പാസ്വേഡും ഡീറ്റെയിൽസും നമ്മൾ ഇതുവരെ നമ്മളുടെ ഐക്ലൗഡിലേക്ക് അല്ലെങ്കിൽ ആ പാസ്വേഡ് ആപ്പിലേക്ക് സേവ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ കാർപ്ലേ യൂസേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു മൈനർ അപ്ഡേറ്റ് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാർപ്ലേയിൽ നമുക്ക് മെസ്സേജ് ആപ്ലിക്കേഷനകത്ത് പിൻഡ് മെസ്സേജുകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് പിൻഡ് മെസ്സേജുകൾ അതിൽ കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവലി ഓവർ റൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എയർപോർട്ട്സിൽ ലഭിച്ച പുതിയ ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഫീച്ചർ ഇപ്പം യൂറോപ്യൻ യൂണിയനിലും EU അവൈലബിൾ ആണ്. ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റോടെ അതും എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് iOS 26.2 അപ്ഡേറ്റിൽ വന്നേക്കുന്ന പുതിയ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററിയിലേക്ക് പോകുന്നതിന് മുന്നേ സെക്യൂരിറ്റി iOS 26.2 iPadOS 26.2 അതിൻ്റെ CVE എൻട്രീസ് എനിക്കൊന്ന് 35 CVE എൻട്രീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൾ ഫ്രെയിംവർക്ക്, വെബ് കിറ്റ്, ഫൗണ്ടേഷൻ, ഫേസ് ടൈം, കേർണൽസ്, അങ്ങനെ ബേസ് ചെയ്തുള്ള നിരവധി സെക്യൂരിറ്റി പാച്ചസ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ബാറ്ററി ആൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇത്രയും നേരത്തെ എൻ്റെ യൂസേജിൽ വളരെ കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം 12 മണിയായപ്പോൾ ഞാൻ 67% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പം 44%. സോ ഈ ചാർജ് ചെയ്തതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ഡേറ്റ് തന്നെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. അതിനുശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇത്രയും ടൈം കൊണ്ട് ഇപ്പോഴും നമുക്ക് 44% റിമൈനിങ് ഉണ്ട്. ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 100% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ഇപ്പോഴും 61% ആണ് സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. സോ ബാറ്ററി എനിക്ക് ഇപ്പം അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ സാധിക്കത്തില്ല. ഒരു 4-5 ദിവസം യൂസേജിന് ശേഷമേ ഉള്ളൂ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇത്ര നേരത്തെ യൂസേജിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ബാറ്ററിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്ത് പറയണം. നിങ്ങളുടെ ഓൾഡർ ജനറേഷൻ ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ലൈക്ക് 12, 13, 14 ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 80 അല്ലെങ്കിൽ 80% താഴെ 75 ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഓവറോൾ പെർഫോമൻസിലാണെങ്കിലും ബാറ്ററി ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്കുണ്ടാവും. ഞാൻ പറയുന്നത് ഈ റേഞ്ചിലൊക്കെ ബാറ്ററി ഹെൽത്ത് ഉള്ള ഓൾഡർ ജനറേഷൻ ഡിവൈസുകളുള്ള യൂസേഴ്സിനാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. എനിക്ക് അങ്ങനെ സ്റ്റട്ടറിങ്ങോ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫോമൻസ് സൈഡ് വളരെ സ്മൂത്ത് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും 26.2ലേക്ക് വരുമ്പോൾ ഒപ്റ്റിമൈസേഷൻ, അത് പെർഫോമൻസ് ആയിക്കോട്ടെ ബാറ്ററി പരമായിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ആയിക്കോട്ടെ, നല്ല രീതിയിലാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് ഇതുവരെയുള്ള യൂസേജിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. എനിവേ സോ നമ്മൾ താമസിക്കാതെ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കമൻസിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിലൂടെയോ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.